ഒത്തിരി പഴയതാണെങ്കിലും ഫോൺ വാങ്ങുമ്പോൾ കിട്ടിയ പഴയ ബോക്സ് കൊണ്ട് നമ്മൾ ഇതുപോലൊരു ഓർഗനൈസർ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് കണ്ടില്ലേ, അതിനുള്ളിൽ നിറയെ വരയും കുറിയൊക്കെയാണ്. നമ്മൾ ഇതിന് ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാൻ പോവാണ്, ഒരു അടപ്പ് കൂടി ഇതിന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ഒരു പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് എന്തോ ഒരു ഐറ്റം വാങ്ങുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. കണ്ടില്ലേ, ഒരു ട്രാക്ക് പോലെയുണ്ട് ഈ രണ്ട് പീസസിൻ്റെ മുകളിൽ. അപ്പോൾ കുറച്ച് നാളായി ഇത് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിത് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. സിമ്പിളായിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പശ ചില സമയത്ത് ഇതുപോലെ ഒരു വൃത്തികെട്ട ശീലെടുക്കും, എവിടെയെങ്കിലും വെച്ച് അവിടെ തന്നെ ഒട്ടിപ്പിടിക്കും. എന്തായാലും നമ്മളിത് ആ രണ്ട് സൈഡും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സിമ്പിളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളിത് ആ ഒരു വൃത്തികേട് മറയ്ക്കാനായിട്ട് ഇതാ ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ആ സ്ലൈഡ് ചെയ്തിട്ട് ഒരു കാർഡ്ബോർഡ് പേപ്പർ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് പേപ്പർ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പേപ്പറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ ആ സൈസിന് മുട്ടിയെടുത്തിട്ട് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് തുറക്കാനും പിന്നെ കയറ്റാനൊക്കെ പറ്റുന്ന ഒരു ചെറിയ ബോക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടിട്ട് ഇനി പിന്നെ പറയാനില്ലല്ലോ, നമുക്ക് കുറച്ച് കളറൊക്കെ കൊടുത്തിട്ടൊന്ന് ഭംഗിയാക്കണം. അപ്പോൾ ഞാനതൊരു റെഡ് കളർ ഷെയ്ഡ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു സാധനം ഇല്ലെങ്കിലും നമുക്ക് വേറൊരു ഐഡിയ ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു ബോക്സ് അടച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. റെഡോ യെല്ലോയോ ഗ്രീൻ ഹാർട്ടോ ഏത് ഹാർട്ടായാലും കുഴപ്പമില്ല, നിങ്ങളുടെ കമൻറ്റ്സ് എപ്പോഴും വാല്യൂബിൾ ആണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാതെ വരയ്ക്കും.